ഈ ഉണ്ണിമധുരം എന്ന് പറഞ്ഞ് ഈ വിഭവത്തെ വിളിച്ച അത്രയ്ക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല അസൽ മധുരം, അതിലും കൂടുതൽ അസൽ സ്വാദ്, വായിലിടുമ്പോഴത്തേക്കും അങ്ങോട്ട് അലിഞ്ഞു പോകുന്ന പോലെ. തിരുവോണ നാളില് പ്രാതലിനുണ്ടാക്കുന്ന പഴനുറുക്കിനെ കുറിച്ചാണ് കേട്ടോ എൻ്റെ ഈ കഥാപ്രസംഗം. നല്ല പഴുത്ത ഏത്തയ്ക്കാപ്പഴം തൊള്ളിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാം. ഇതിലേക്ക് അരിച്ചെടുത്ത ശർക്കരപ്പാനി ചേർത്ത് തിളപ്പിച്ചങ്ങെടുക്കാം. കൂടാതെ ഇച്ചിരി ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും നെയ്യും ചേർത്ത് ആ ശർക്കരപ്പാനിയിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റി തിളങ്ങി വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി അങ്ങ് ചേർക്കാം. ഇപ്പോൾ ആ മുറിയിൽ ഒരു സുഗന്ധം അങ്ങ് പരക്കും. നെയ്യും ഏലക്കായും പഴവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അസാധ്യമായ കൊതിപ്പിക്കുന്ന സുഗന്ധം. എന്നാൽ അടുത്ത കലാപരിപാടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു നാക്കിലയിലേക്ക് 2 തവി ഉണ്ണിമധുരവും 2 പപ്പടവും ചേർത്ത് കുഴച്ച് അപ്പോഴത്തേക്കും നമ്മുടെ നാവില് ചെറുതായൊക്കെ വെള്ളം മൂടിയിട്ടുണ്ടാവും. അതിലേക്ക് ഒരു കുഞ്ഞുരുള അങ്ങ് വെച്ച് കൊടുക്കാം. എന്നാൽ ഞാൻ പറയും അത് മുഴുവനും കഴിച്ച് ആ ഇലയും കൂടെ അങ്ങ് വടിച്ചിട്ടേ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്കൂ തീർച്ച.